നവമി ദിനേശിലേക്ക്. നവമി, ഈ ഒരു DIG അജയ്കുമാർ ഈ രീതിയിൽ എന്തിനു വേണ്ടിയാണ് ഈ ബോബി ചെമ്മണ്ണൂരുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരോട് അടുപ്പമുള്ള മറ്റു 3 പേരും DIGക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും ജയിലിൽ ബോബി ചെമ്മണ്ണൂരിന് ഏർപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് തുടങ്ങിയ വിവാദങ്ങളൊക്കെ ഉയരുന്നുണ്ടല്ലോ. ഇത് വലിയ രീതിയിലുള്ള സർവീസ് ചട്ടലംഘനം കൂടിയാണ്. ഒരു പ്രതിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രതിയെ കാണാൻ വേണ്ടി DIG അവിടെ എത്തുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഈ വിഷയത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ശനിയാഴ്ചയാണ് ജയിൽ DIG അജയ്കുമാറും ഒപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ 3 അനുയായികളും, ഇവരാരൊക്കെയാണെന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവർ രജിസ്റ്ററിൽ പേര് എഴുതാതെയാണ് ജയിലിനുള്ളിലേക്ക് കടന്നിരിക്കുന്നതെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവർ 4 പേരും ബോബി ചെമ്മണ്ണൂരിനെ കാണാനായി ജയിലിലെത്തിയത്. സാധാരണ ഈ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെയൊക്കെ DIG അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ കാണാൻ വരുന്നത് പതിവാണ്. പക്ഷേ അതിലെന്തുകൊണ്ടാണ് അവർക്കൊപ്പമുണ്ടായിരുന്ന 3 അനുയായികളുടെ പേര് രജിസ്റ്ററിൽ ചേർക്കാത്തത് എന്നൊരു ചോദ്യമാണ്. അതിലെന്തോ ഒളിച്ചുകളിയില്ലേ എന്നുള്ളൊരു സംശയമാണ് ഇതിൽ പ്രധാനമായും. ആരൊക്കെ സന്ദർശിക്കുന്നുണ്ട്, അവർ എത്ര നേരം സന്ദർശിച്ചു, ഇതെല്ലാം രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷം പേരും സമയവും രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ കടത്തിവിടുകയുള്ളൂ. പക്ഷെ DIGയുടെ ഒപ്പം ചെന്നതുകൊണ്ടാണ് ഇവർക്ക് 3 പേർക്കും ആ ഒരു ഇളവ് ലഭിച്ചത്. അതോടൊപ്പം സാധാരണ ഈ ജയിലിൽ നിൽക്കുമ്പോൾ, ഈ ജയിലിൽ കാണാൻ എത്തുമ്പോൾ, റിമാൻഡിലുള്ള പ്രതികളെയൊക്കെ ആരെയായാലും പ്രതികളെ കാണാൻ എത്തുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ജയിലിന്റെ ഇവർക്ക് 2 ഇടത്തു നിന്ന് മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഈ പ്രതി കഴിയുന്ന ജയിലും ഈ സന്ദർശകൻ പുറത്തുമായിരിക്കും. അങ്ങനെയാണ് സാധാരണ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ ആയിക്കോട്ടെ, ബോബി ചെമ്മണ്ണൂരിനെ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് കൊണ്ടുവരികയും ആ മുറിയിൽ വെച്ചാണ് ഇവർ 4 പേരും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യത്തേത്, ഇവർ 3 പേര് ആരൊക്കെയാണെന്ന് ഇപ്പോഴും പേര് അറിയില്ല, അവർ അവ്യക്തമായി തുടരുന്നുണ്ട്. ഒപ്പം DIG ബോബി ചെമ്മണ്ണൂരിന് കാണുന്നതിന് വേണ്ടി എന്താണ് ഇതിന് ഇത്ര സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്? നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള പരാതി അത് ഗുരുതരമായിട്ടുള്ള പരാതിയാണ്. കോടതി പോലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ഒരു പ്രതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലേറെ ആനുകൂല്യങ്ങൾ നൽകണമെന്നൊരു മേലുദ്യോഗസ്ഥൻ തന്നെ പറയുന്നത് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം തന്നെയാണ്. അതോടൊപ്പം ജയിലിന്റെ ജയിൽ നിയമം അനുസരിച്ച് ഒരാൾ ഈ പ്രതി കോടതി ജയിലിനുള്ളിലേക്ക് കടക്കുമ്പോൾ അയാളുടെ കയ്യിൽ മറ്റൊരുവിധ സാധനങ്ങളൊന്നും തന്നെ പാടില്ല, പണം പോലും കയ്യിൽ കരുതാൻ കഴിയില്ല എന്നാണ് ഉത്തരവുള്ളത്. പക്ഷെ അതുപോലും ലംഘിച്ചുകൊണ്ട് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ, ആദ്യം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ എത്തുമ്പോൾ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ജോൺ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ബോബി ചെമ്മണ്ണൂരിനെ അന്ന് പരിശോധിച്ചത്. കൃത്യമായി കയ്യിലൊന്നുമില്ല എന്ന് രജിസ്റ്ററിൽ എഴുതി വെക്കുകയും ചെയ്തു. പക്ഷെ പിന്നീടാകട്ടെ ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ നിന്നും 200 രൂപ കണ്ടെത്തുകയും ചെയ്തു. ഫോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ എന്നാണ് പറയുന്നത്. പക്ഷെ സാധാരണ മണി ഓർഡർ വഴിയാണ് അത് എത്തേണ്ടത്. അങ്ങനെയല്ല, ബോബി ചെമ്മണ്ണൂർ ജയിലിലെത്തി പിറ്റേ ദിവസം തന്നെ, അതായത് ശനിയാഴ്ചത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിന്റെ കയ്യിൽ 200 രൂപ കണ്ടെത്തുകയും ചെയ്തു. ഇതും ചട്ടലംഘനമായി തന്നെ കണക്കാക്കാം. പക്ഷേ സൂപ്രണ്ട് ഇതിനെല്ലാം ലംഘിച്ച് ഈ ആരോപണങ്ങളെല്ലാം നിരാകരിക്കുന്നുണ്ട്. സൂപ്രണ്ട് പറയുന്നത് മേലുദ്യോഗസ്ഥർ വന്ന് കാണുന്നത്, പ്രതികളെ കാണുന്നത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമമാണ്. അവർക്കൊപ്പം ബന്ധുക്കളുമൊക്കെ ഉള്ളതാണ്. ബന്ധുക്കളോ അല്ലെങ്കിൽ പ്രതികൾക്കുമായി അടുപ്പമുള്ള ആളുകൾ വരുന്നതുമൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണെന്നാണ് സൂപ്രണ്ട് പറയുന്നത്. അതോടൊപ്പം പറയുന്നത് ഇത് മണി ഓർഡർ ആയിട്ടാണ്, പിറ്റേ ദിവസത്തേക്ക് മണി ഓർഡർ ആയിട്ടാണ് ആ പൈസ എത്തിയത്, ഫോൺ വിളിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് മണി ഓർഡർ വന്നതിന്റെ രസീതുകളോ അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ മണി ഓർഡർ വന്നത്, അത്തരത്തിലുള്ള ഒരു വിവരങ്ങളും തന്നെ സൂപ്രണ്ടിന്റെ കയ്യിലില്ല എന്നുള്ളതുമാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിലൊരു അന്വേഷണം, അതിലൊന്നും വലിയ രീതിയിലുള്ള തെറ്റില്ല എന്നൊക്കെ ജയിൽ അധികൃതർ ന്യായീകരിക്കുമ്പോഴും നവമി, ഒരു തെറ്റായ സന്ദേശമല്ലേ ഈ DIG അജയ്കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? കാരണം ഒരു വശത്ത് പോലീസ് ഈ സ്ത്രീകൾക്ക് നേരെ ഇതുപോലുള്ള ലൈംഗിക അതിക്രമവും ലൈംഗിക അധിക്ഷേപവും നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒരു പോലീസ് ഉന്നതൻ ആ കേസിലെ, ഒരു ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിയായിട്ടുള്ള ബോബി ചെമ്മണ്ണൂരിനെ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്നു, ജയിലിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു, അവിടെ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾക്ക് ജയിലിലെത്തി കൂടിക്കാഴ്ച നടത്താൻ സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇതൊരു തെറ്റായ സന്ദേശമല്ലേ നവമി?
തീർച്ചയായും ടോം, സർക്കാരിന്റെ തന്നെ പ്രതിനിധി ഇത്തരത്തിലുള്ള ചട്ടലംഘനം നടത്തുന്നത് അത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഈ DIG അജയ്കുമാറിനെതിരെ മറ്റും ചില പരാതികൾ നിൽക്കുന്നുണ്ട്. അതിന്റെയൊക്കെ അന്വേഷണം നടക്കുന്നതിന് DGPക്ക് അടക്കം പരാതികൾ പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മറ്റൊരു ഗുരുതര ആരോപണവുമായി വീണ്ടും പ്രതിക്കൂട്ടിലാകുന്നത് ഈ DIG എന്തിനാണ് ഈ ബോബി ചെമ്മണ്ണൂരിന് ജയിലെത്തി ഇത്രയേറെ സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. സർക്കാരിന്റെ തന്നെ പ്രതിനിധിയാണ്, ഉന്നത ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി തന്നെ എന്തിനാണ് ഇത്തരം വലിയൊരു ചട്ടലംഘനം നടത്തുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതോടൊപ്പം ഇവർക്കൊപ്പം വന്ന 3 പേർ അത് ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് അവരുടെ പേര് രജിസ്റ്ററിൽ എഴുതാത്തതെന്ന് കൂടി പ്രധാനമായി ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സ്പെഷ്യൽ ബ്രാഞ്ച് ആ സമയത്തുണ്ടായിരുന്ന ജയിലിലെ മറ്റ് ഉദ്യോഗസ്ഥരെ ഒക്കെ ചോദ്യം ചെയ്യും. അതോടൊപ്പം ഇവിടുത്തെ CCTV അടക്കം പരിശോധിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. CCTVയിൽ അടക്കം ഇവരാരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത്, ഇവരെവിടെ വെച്ചാണ് സംസാരിച്ചത്, അവരുടെ സാന്നിധ്യത്തിൽ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു, ഇക്കാര്യങ്ങളുമൊക്കെ വിശദമായി സ്പെഷ്യൽ ബ്രാഞ്ചിന് അറിയേണ്ടതുണ്ട്. ഇതിനായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുകയാണ്. ഈ DIGക്കെതിരെ മുൻപും പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 3:30 ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയുക. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായ താക്കീത് നൽകുന്നു. ഇതുപോലുള്ള സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു. ഒരു കൃത്യമായ ഉപാധികളോടെ ആയിരിക്കും ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കുകയും ചെയ്യുക.